എനിക്ക് മറക്കാനാവുമോ? അനിയനെ പോലെ എന്നെ സ്നേഹിച്ചത്. പ്രതീക്ഷകളായി അറിയാലോ, അവനെന്റെ സ്വപ്നമായിരുന്നു. അവനെ ഈ കൈകളിലേക്ക് ലക്ഷ്മി അങ്ങ് പോയി. അവനോടും ഇപ്പൊ എന്തായി? അവളുടെ അവരും പോയില്ലേ? രണ്ടുപേരും കൂടെ തനിച്ചായി. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ആവുന്നില്ല. അവൻ ഓടിക്കളിച്ചിരുന്ന സ്ഥലം എനിക്കാവുന്നില്ല. അവന്റെ സാഹിത്യം ഇപ്പോഴും ഇവിടെ നിന്നു ഒന്നും എനിക്ക് മറക്കാനാവുന്നില്ല. ഒന്നും എനിക്ക് മറക്കാനാവുന്നില്ല. നോക്കിയാൽ മാത്രം പോരാ, അഭിപ്രായം പറയണം. ഇതിനെക്കുറിച്ച് വലിയ വിവരം ഇല്ല. നീ തന്നെ അതൊക്കെ നോക്കി എന്താണ് ഞാൻ തന്നെ പറഞ്ഞത്. പെൺകുട്ടികൾ കേൾക്കാണ്ടിരിക്കാൻ ചെന്നായ്ക്കളെ കാണുന്നില്ലേ? ചെന്നായ്ക്കളെ അരിഞ്ഞുവിട്ട ചെറിയ വാളുകളെ എന്തിയ കരങ്ങൾ കണ്ടോ? തീവ്രവാദികൾ പച്ചയ മനുഷ്യനെ ക്രൂരമായി കൊല്ലും. എന്തിനു വേണ്ടിയാണ് ലോകത്ത് സമാധാനം നിലനിൽക്കണമെങ്കിൽ തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യണം. തീവ്രവാദത്തെ ശക്തമായി അവലംബിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ചിത്രം വരച്ചത്. സമാധാനത്തിന്റെ വെള്ളരിപ്പ് പോലെ കാണില്ല. സമാധാനത്തിന്റെ വെള്ളരിപ്പാണ് ഇത്. പട്ടിണിപ്പാണ്. നമ്മുടെ രാജ്യത്ത് ചെടികളിൽ വെച്ച് ജീവിക്കുന്ന ദരിദ്രം നേരം പോലും ഭക്ഷണം കിട്ടാതെ വെച്ചതുപോലെ ഈ സമൂഹം അവരെ കാണണം. ഈ സമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കുകയാണ് രചന. എന്റെ ഫേവറേറ്റ് വർക്കാണ്. എനിക്ക് സിറ്റിക്കകത്തും പുറത്തും വിദേശങ്ങളിലെ പ്രദർശനം രാജ്യം അംഗീകരിക്കുന്ന ഒരു ചിത്രകാരനായിട്ട് ഇത്ര കഴിവും ഇത്ര ആത്മാസവും ഉള്ളതുകൊണ്ട് നീ ഉയരങ്ങൾ കീഴടക്കുക തന്നെ കഴിയും. നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിന്റെ ആഗ്രഹങ്ങൾ തീർച്ചയായും നിറവേറും.
തുലാമാസത്തിലാണ് അന്നാർശാലയെ കുറിച്ച് ഓർത്തപ്പോഴാണ് നമ്മുടെ പറമ്പിലെ തെക്കേ തൊടിയിലുള്ള അകത്താവിനെ കുറിച്ച് കാര്യം എന്താണെന്ന് അകത്താള അടുപ്പിച്ചത് അവിടെ വൃത്തിയാക്കില്ല. അതിനെന്താ വൃത്തിയാക്കാലോ? ഇടയ്ക്ക് പറമ്പിൽ തേങ്ങ ഇടുമോ? ഞാനും സർപ്പക്കാവ് ശ്രദ്ധിച്ചായിരുന്നു. നീ അവിടെ വൃത്തിയാക്കി ദിവസവും വിളക്ക് കത്തിച്ചു വെക്കാൻ തീരുമാനിച്ചു. മാധവൻ ഒരു നിരീശ്വരവാദിയാണല്ലോ. പക്ഷേ സമാധാനം നഷ്ടപ്പെട്ട ചായ നിൽക്കാൻ ഒരിടം കണ്ടു. നിന്നോട് ഞാൻ കാര്യം പറഞ്ഞു. ഇതിനിടയ്ക്ക് ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു വലിയ പറമ്പിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായി. അത് വെറും ഒരു സ്വപ്നമല്ലേ മാധവേട്ടാ? ഇല്ല, ഇതുപോലെ വെറും സ്വപ്നമായി തള്ളിക്കളയാൻ ആവുന്നില്ലടാ. ഇതിനിടയിലും ഞാൻ ആ പാമ്പിനെ ഇപ്രാവശ്യം അതൊക്കെ വിടുങ്ങാനായിട്ട് നിൽക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ടു. ഒന്നടച്ച അവന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെ നീ ഇവിടെ വരുന്നതിന് മുമ്പ് നാഗബോധി തെയ്യം എന്റെ മുമ്പിൽ വന്ന് ആടുന്നത് പോലെ എനിക്ക് തോന്നിയാണ്. നാഗബോധി തെയ്യം എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് അറിയാം. നാഗബോധി എന്ന് പറഞ്ഞ വാക്ക് തന്നെ മാധവേട്ടൻ പറയുമ്പോഴാണ് കേൾക്കുന്നത്. നാഗബോധി തെയ്യം എങ്ങനെ ഉണ്ടായിരിക്കും ഞാൻ നിനക്ക് പറഞ്ഞു. നാഗബോധിയുടെ അരയിൽ ചെമ്പട്ടും കുത്തോലയും ചുറ്റും മുഖത്ത് ചുവന്ന ചായം തേച്ച് കണ്ണുകൾ നാഗത്തിന്റെ കണ്ണുകൾ പോയാൽ ഇന്നുണ്ടായിരിക്കും. ഇങ്ങനെയായിരിക്കും നാഗബോധിയുടെ രൂപം. പേടിയാവുന്നുണ്ടോടാ? എനിക്കോ? നീ ഇരിക്കുന്നു. പിന്നെ പണ്ട് മുത്തച്ഛനുണ്ടായിരുന്ന കാലത്ത് മുത്തച്ഛനായിരുന്നു സ്ഥിരമായിട്ട് കാവില് വിളക്ക് വെച്ചിരുന്നു. മുത്തച്ഛന്റെ കാലശേഷം പിന്നെ അത് അച്ഛനായി. അച്ഛന്റെ മരണശേഷം എനിക്ക് ഇതിലൊന്നും വലിയ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാറില്ല. വിളക്ക് കത്തിച്ചു. പക്ഷെ ഇപ്പൊ എന്താണെന്ന് അറിയില്ല. നാഗബോധി മനസ്സിൽ കിടന്നങ്ങനെ ആടുക. മാധവന് അതും ഇത് ഓർത്ത് വിഷമിക്കണ്ട. മഴയൊന്നും തോരട്ടെ. ഒന്നോ രണ്ടോ പിള്ളേരെ വിളിച്ചു കൊണ്ടുവന്ന് കാവും വൃത്തിയാക്കി നമുക്ക് ഇവിടെ വിളക്കും കത്തിക്കാം. അതോടുകൂടി മാധവന് മനസമാനം കിട്ടിക്കുമല്ലോ. മാധവട്ട ഇപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ. എന്താ? ഞാൻ ഇടയ്ക്ക് നമ്മുടെ നിരഞ്ജന്റെ മുറിയിൽ ചെന്നിരുന്നു. അവിടെ എന്തെല്ലാം ചിത്രങ്ങളാണോ വരച്ചു വെച്ചേക്കുന്നത്. അതൊക്കെ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ അവൻ 2 പാമ്പിന്റെ പടം വരച്ചു വെച്ചു. അതിനെക്കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ എന്റെ ഉള്ളിലൊരു പേടി തോന്നി. അവന് ചിത്രം വരയ്ക്കാൻ നല്ല കഴിവുണ്ട്. അവന്റെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അവന് നല്ല ചിത്രകാരനാകാനുള്ള കഴിവ് ഇതും ആഗ്രഹമുണ്ടവന്. പക്ഷെ എന്റെ ആഗ്രഹം എന്താണെന്ന് എനിക്കറിയോ? അവനൊരു ഡോക്ടറാകണം. അവനൊരു ഡോക്ടറായി കിട്ടി വേണം എനിക്ക് മരിക്കാൻ. മഴ ശക്തിയായി പെയ്യാൻ സാധ്യതയുണ്ടെന്ന് വിജയൻ എന്ന വീട്ടിലേക്ക് പെട്ടു. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. ഇല്ല, ശരി, യാത്രയില്ല. എനിക്ക് ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ഒരു ചിത്രപ്രദർശനം നടത്തണം. നിന്റെ ഈ ചിത്രകലകളൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്കൊരു ചിത്രകാരനാണ്. എന്റെ ആഗ്രഹം എന്തിനാണ് എത്തിക്കണേ? നിനക്കറിയോ, എന്റെ കൂട്ടുകാരുടെ മക്കളൊക്കെ ഇന്ന് ഡോക്ടേഴ്സാ. അവരൊക്കെ ജോലി ചെയ്യുന്നത് അമേരിക്കയിലും ലണ്ടനിലും ഓസ്ട്രേലിയയിലുമാണൊക്കെ. അവരൊക്കെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി, മകന്റെ മെഡിസിന് ചേർത്തോ? എനിക്ക് ഇഷ്ടമില്ലാത്ത പഠിക്കണ എന്തിനെങ്ങനെ നിർബന്ധിക്കണേ? നമ്മുടെ കുടുംബത്തിനൊരു നിലയും അത് കാത്തു സൂക്ഷിക്കേണ്ടത് നീയാ. ഈ ചിത്രം എല്ലാം മറിച്ചെടുക്കാൻ സമ്മതിക്കില്ല. ചിത്രങ്ങളിലേക്ക് നോക്കി. ഇതൊക്കെ എന്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുക. ഇതൊക്കെ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാനാവില്ല. പ്ലീസ് അച്ഛൻ എന്നൊന്ന് മനസ്സിലാക്കുക. അതൊക്കെ നിന്റെ വെറും തോന്നലാണ്. നീ മെഡിസിൻ പഠനമൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ
കേട്ടിട്ടുണ്ടായിരുന്നില്ല. അമ്മയാകാനുള്ള അടങ്ങാനാകാത്ത ആഗ്രഹം. വിവാഹത്തിന് 10 വർഷത്തിന് ശേഷം ഞാൻ അവളുടെ ആഗ്രഹത്തിന് സമ്മതം കൊടുത്തു. അറിയാമായിരുന്നു പ്രസവ സമയത്ത് എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിക്കുന്നു. പക്ഷേ നിന്നെ പ്രസവിച്ച് 1 വയസ്സാവുന്നവരെ അവൾ മരണത്തെ തോൽപ്പിച്ചു. അതിനുശേഷമായിരുന്നു അവളെ മരണം കൂട്ടിക്കൊണ്ടുപോയി. അന്ന് ഞാനൊരു തീരുമാനമെടുത്തിരുന്നതാ, നിന്നെ ഒരു കാർഡിയോളജിസ്റ്റ് ആകാമെന്ന്. അച്ഛൻ ഇതുവരെ ഞാൻ നന്നായി പഠിച്ചില്ലേ? നീ നന്നായി പഠിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ആദ്യം എന്റെ ആഗ്രഹം അതെന്തായിരുന്നു, അത് നടക്കണം. വെറും ഒരു ചിത്രകാരന്റെ അച്ഛനായി അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അച്ഛൻ എന്താണ് ഈ പറയുന്നത്? അപ്പൊ എന്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു വിലയില്ലേ? ആദ്യം എന്റെ ആഗ്രഹം, എന്നിട്ട് മതി ബാക്കിയൊക്കെ. അച്ഛന്റെ ചിത്രങ്ങളൊക്കെ നോക്കി ഇതിലേക്ക് എന്താ വിളിച്ചു കഴിഞ്ഞത് അച്ഛൻ അറിയാം. ഈ ചിത്രങ്ങളെ കൊണ്ട് എനിക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കണം. പ്ലീസ്. എന്ത് പറഞ്ഞാലും ശരി, എന്റെ തീരുമാനത്തിന് ഞാൻ പുറകോട്ടില്ല. ഇല്ല, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ ചിത്രങ്ങളും ഈ വരകളും വിട്ട് എനിക്ക് ജീവിക്കാനാവില്ല. നീ എന്നെ അനുസരിക്കില്ലല്ലോ. നീയും നിന്റെ കുറെ ചിത്രങ്ങളുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിന്റെ വാങ്ങി ഒരു കൃത്രിമ വാങ്ങി ഒന്നും പേടിക്കാനില്ല. എല്ലാം ഞങ്ങളിവിടെ ഇല്ലേ? ഇതൊക്കെ നിങ്ങൾ വരച്ചതാണോ? How beautiful it is. Really fantastic. അർത്ഥവത്തായ ചിത്രങ്ങൾ. ഇനി PG ചെയ്യും. PG കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ലൈഫ് ഓഫ് നേച്ചർ സീരീസിൽ ചിത്രങ്ങൾ വരയ്ക്കണം. എന്നിട്ട് എന്റെ ചിത്രങ്ങൾ കൊണ്ട് ലോകത്ത് എല്ലായിടത്തും എനിക്ക് എക്സിബിഷൻസ് നടത്തും. നിങ്ങളുടെ വർത്താനം കേൾക്കുമ്പോൾ ചിത്രങ്ങളോട് ചിത്രങ്ങൾ അത്രയ്ക്ക് ഇഷ്ടമുള്ളതാണെന്ന് തോന്നുന്നു. അതെ സർ, എനിക്ക് ജീവനാണ് എന്റെ വരകൾ. മരിക്കുന്നത് വരെ എനിക്ക് ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കും. ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കണം എന്ത് പറ്റി പെട്ടെന്ന് സൈലന്റ്? പെട്ടെന്ന് ഞാൻ എന്റെ അച്ഛനും എന്നെ വളർത്തി ഈ നിലയിലാക്കാൻ എന്റെ അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെടുന്നത്. സാധാരണ കുടുംബമായിരുന്നു, കൂലിപ്പണിയായിരുന്നു. കുട്ടിയായിരുന്ന നാളിൽ അച്ഛൻ എനിക്ക്
എന്തെങ്കിലും ഉണ്ടായിരുന്നു സാറിനറിയാമോ, ഞാൻ വിവാഹം കഴിച്ചതും ഒരു ചിത്രകാരിയെ തന്നെയാണ്. എന്റെ കൂടെ പഠിച്ചത്. ഞങ്ങൾ മുടിഞ്ഞ പ്രേമത്തിലായിരുന്നപ്പോ ഞാൻ അവളോട് ചോദിച്ചു, എന്നെ ചിത്രശാല നോക്കാൻ വരുന്നു. എന്നിട്ടെന്താ, കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ദിവസം ഞാൻ അവളെയും കൂടി എന്റെ വീട്ടിലേക്ക് പോകും. ഓളെ വീട്ടിൽ പോയി കല്യാണം ആലോചിച്ചാലൊന്നും നടത്തി തരില്ലെന്നറിയാം. അവര് വേറെ മതക്കാരാണ്. പോരെങ്കിൽ നല്ല പൂത്ത കാശുകാരും ഉണ്ടായിരുന്നു. അവരെന്നെ കള്ളക്കേസിലൊക്കെ കുത്തി ഒരുപാട് ബുദ്ധിമുട്ടി. ഒരു ദിവസം സ്റ്റേഷനിൽ വിളിച്ചു നിർത്തി പോലീസുകാരെല്ലാവരും ചേർന്ന് എന്നെ തല്ലി ചതച്ചു. അവിടെ വെച്ച് മയങ്ങി വീണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഞാനൊരു ഹാർട്ട് പേഷ്യന്റാണ്. അതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി. പിന്നീട് അവരാരും ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നിട്ടില്ല. പിന്നെ എന്റെ ഓൾക്ക് ഞാനെന്ന ചിങ്ക എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ജാതിയും മതവും ഒക്കെ മനുഷ്യരുണ്ടാക്കിയതല്ല സാർ. ഞങ്ങളുടെ ജാതിയും മതവും എല്ലാം വരകളും വർണ്ണങ്ങളും മാത്രം. പിന്നെ സാറിനോട് ഒരു സന്തോഷ വാർത്ത കൂടെ പറയാനുണ്ട്. ഓള് ഞങ്ങളുടെ കുഞ്ഞിനെ ഒരു ചിത്രകാരനോ ചിത്രകാരിയോ ആക്കണമെന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹം. അല്ല സാർ, എനിക്കൊരു സംശയം. ഒത്തിരി തിരക്കുള്ള സാർ ഇത്രയും നേരം എന്നോട് സംസാരിച്ചു നിൽക്കാൻ കാരണം സാറിനും പെയിന്റിങ്ങുകളോട് വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഒരുപാട് ഇന്നെനിക്കൊരു സർജറി ഉണ്ടായിരുന്നു. ക്രിട്ടിക്കലായിരുന്നു രോഗിയുടെ അവസ്ഥ. സർജറി എനിക്ക് വിജയിപ്പിക്കാനായി സർജറിക്കിടയിൽ ആ രോഗി മരിച്ചു. അതിന് നീ എന്തിനാ മോനെ ഇത്ര വിഷമിക്കുന്ന? നീ വേണമെന്ന് വെച്ച് ചെയ്തതെന്നല്ലോ. എത്തിക്സിന് വിരുദ്ധമായി ഒരു ഡോക്ടേഴ്സും ഒന്നും ചെയ്യില്ല. അവർ പരമാവധി പേഷ്യന്റ് രക്ഷപ്പെടുന്നല്ല ശ്രമിക്കാം. അത് ശരിയാണ്. പക്ഷെ ഞാൻ സമയം ദുർബലായി. ഘട്ടത്തിലെത്തിയപ്പോ ഞാൻ ആ രോഗി അയാളുടെ ഭാര്യ അവർക്ക് പിറക്കാൻ പോകുന്നു ഇങ്ങനെ അതുകൊണ്ട് അയാളൊരു ചിത്രകാരനായി. അയാളുടെ ഭാര്യ ഒരു ചിത്രകാരിയാണ്. അവർക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ അവർ ചിത്രകാരിയാണ്. എന്റെ മോനൊരു തകർന്ന ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു. നീ എന്താ മോനെ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. ചിത്രകാരന്റെ മനസ്സ് ഞാൻ ആ ചിത്രകാരന്റെ ഛായാചിത്രങ്ങളോടുള്ള അടങ്ങാത്ത അഭിമാനി എന്റെ അച്ഛൻ തന്റെ മകന്റെ അഭിലാഷങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളെ ചിന്തിച്ചു. ത്യാഗങ്ങളെയും ജയിച്ച എന്റെ മനസ്സ് അവിടെ ഒരു നിമിഷം എന്നെ കൈവിട്ടു. ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. അവന്റെ തെറ്റ് എവിടെ കൊണ്ട് കഴിയുന്നു? മോനെ, കഴിഞ്ഞതൊക്കെ നീ മറന്നേക്കും. നീ ഇനിയും രോഗികളെ ശുശ്രൂഷിക്കേണ്ടത്. ഈ സമൂഹം നിനക്കൊരു റെസ്പെക്ട് തരുന്നു. നീ നിന്റെ കടമ നിർവഹിക്കുക. ഇത് നന്നായി റെസ്റ്റ് എടുത്താൽ തീരാവുന്നതേ ഉള്ളൂ നിന്റെ പ്രശ്നങ്ങൾ. പോയി കുടിച്ചൊന്ന് ഫ്രഷാണ്.
എനിക്കോളും. എന്താ മോനെ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കറുത്തെങ്ങാനും കൊടുത്തിരിക്കുന്നുണ്ടോ? ഇത് ഇത് ഭീകരതയാണ് എല്ലാവരും കാര്യം. പക്ഷെ പക്ഷെ ഇതിന് ഞാൻ സന്തോഷത്തിന്റെ പ്രതീകമായിട്ടാണ് കടിച്ചിരിക്കുന്നത്. ഇവിടെ ഇവിടെ ഉയർപ്പിന്റെ പ്രതീകം കണ്ടു. ഇത് ഇത് അസ്തമേശ്വരന്റെ കടൽ വെച്ച് അവരത് മരിക്കാൻ പോകുന്നതല്ല, വളർന്ന് മയങ്ങുന്നതാണ്. അച്ഛാ അച്ഛാ സന്തോഷിക്കച്ചാ, അച്ഛൻ സന്തോഷിക്കും. കണ്ടില്ലേ കണ്ടില്ലേ, വലിയ ആൾക്കൂട്ടത്തിന് നടുവിലാണ്. അവരൊക്കെ എന്നെ തന്നെ തുറച്ചു നോക്കോ. അവർക്കൊന്നും ഒന്നും മനസ്സിലായിട്ടില്ല, ഒന്നും മനസ്സിലായിട്ടില്ല. എന്റെ ചായകളെ മനസ്സിലായിട്ടില്ല, എന്റെ നിറങ്ങൾ മനസ്സിലായിട്ടില്ല, എത്രയും മനസ്സിലായിട്ടില്ല, എത്രയും മനസ്സിലായിട്ടില്ല. അവന്റെ ജീവിതം അവൻ തന്നെ അവസാനിപ്പിച്ചു. അവന്റെ ആഗ്രഹങ്ങളെ ഒന്നും ഞാൻ മാനിച്ചില്ല. അവന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുമായിരുന്നു. അവനൊരു ചിത്രകാരനാകുമായിരുന്നു. അവൻ ആഗ്രഹിച്ചപ്പോൾ രാജ്യം അംഗീകരിച്ച ഒരു ഛായാചിത്രകാരൻ. ഈ പാതയായ ജനങ്ങൾ നോക്കി നോക്കുന്നില്ല. എന്റെ
മകൻ മാപ്പ് തരില്ല. വിജയ